ഹായ് ഫ്രണ്ട്സ്, ഞാൻ മേരി മെറ്റിൽഡ. ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു കുഴിമന്തിയാണ്. ചിക്കൻ കുഴിമന്തി. ഒരു കുഴിയില്ല, ഒന്നുമില്ല. റെസ്റ്റോറൻറ്റിന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി ഹോംലി മെയ്ഡ് കുഴിമന്തി നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൽ നന്നായി ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നന്നായി അതിൻ്റെ മസാലയൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് അധികം മസാലയൊന്നും വേണ്ട. ഞാൻ ഒരു 1/2 ടീസ്പൂൺ സാജീരകം എടുത്തിട്ടുണ്ട്, 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ 4 ഗ്രാമ്പൂ, 4 ഏലക്ക. ഇതൊരു അറേബ്യൻ ഡിഷാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മസാലയൊന്നും ഇതിലില്ല. 1/2 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതേപോലെ 1/2 ടീസ്പൂൺ നന്നായി പൊടിച്ച കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് കുരുമുളക് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ, ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റെഡിഷ് കളർ ഉണ്ടാവും അല്ലേ, കളറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ റെഡിഷ് കളർ വന്നത്. നമ്മൾ ഹോംലി മെയ്ഡാണ്, അപ്പോൾ ഇതിൽ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ മുളക് പൊടിയല്ല യൂസ് ചെയ്യുന്നത്, മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി യൂസ് ചെയ്യാം. അപ്പോൾ 2 രീതിയിലും അവൈലബിൾ ആണ്. എനിക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി യൂസ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നത്. അതേപോലെ 1/2 കപ്പ് തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കൊരു 1/2 hour മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനൊന്ന് പതിയെ ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ക്രിസ്പി ഫ്രൈ അല്ല ആവുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കിലോ റൈസ് തന്നെയാണ് എടുത്തേക്കുന്നത്. 2 രീതിയിലുള്ള റൈസ് അവൈലബിൾ ആണ്. ഒന്ന് പുഴുക്കലരിയും പിന്നെ ഒന്ന് പച്ചരി. ഓക്കെ, അപ്പോൾ ബസ്മതി റൈസിൽ തന്നെ 2 രീതിയിൽ അവൈലബിൾ ആണ്. പുഴുക്കലരി എന്ന് പറയുന്നത് നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയുടെ കളറിൽ തന്നെ ആയിരിക്കും ബസ്മതി റൈസ് ഉണ്ടാവുക. പിന്നെ വൈറ്റ് റൈസ് എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും വൈറ്റ് കളറായിരിക്കും, നമ്മൾ പച്ചരി വാങ്ങില്ല അതുപോലത്തെ കളറായിരിക്കും. അപ്പോൾ ഇവിടെ മന്തി ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പുഴുക്കലരി എടുക്കണം. യെല്ലോയിഷ് കളറിലുള്ള അരി തന്നെ മസ്റ്റായിട്ട് എടുക്കണം, എങ്കിലേ ആ ഒരു മന്തി റൈസിൻ്റെ ആ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു സെമി ഫ്രൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്നുള്ള ആ നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലിട്ടായിരിക്കുമല്ലോ അരി കുക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അരി 1/2 മണിക്കൂറോളം ഞാനിത് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്ന അപ്പം തന്നെ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ മിനിമം തന്നെ കുതിർത്ത് വെക്കാൻ നോക്കുക, അപ്പോഴാണ് അരി സോഫ്റ്റ് ആവുള്ളൂ, ബസ്മതി റൈസ് സോഫ്റ്റ് ആവുള്ളൂ. പിന്നെ അരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫുള്ളി കുക്ക്ഡ് ആക്കുന്നില്ല. നോർമലി നമ്മൾ 1 കിലോ അരിക്ക് 2 ഡബിളായിട്ടാണ് വെള്ളം യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് ദം ചെയ്തിട്ടായിരിക്കും ബാക്കി നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ചിക്കൻ മാറ്റിയ ഓയിലിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും, റോസ്റ്റ് മീൻസ് ഒന്ന് ആ ഒരു പച്ചമണം മാറിയാൽ മതി, കളറൊന്നും മാറണ്ട, പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. റൈസിന് വേണ്ടിയിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. സാജീരകം 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, 2-3 പട്ട, ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പൂ 2-3 എണ്ണം, 2-3 ഏലക്ക. ഓക്കെ, ഇത് വളരെ സ്പൈസി അല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ മിക്സിയിലിട്ട് നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറട്ടെ. ഇതൊന്ന് പച്ചമണം മാറി ആ ഒരു എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുമ്പോഴേക്കും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളത്തിന് പകരം ഒരു 1/2 ഗ്ലാസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 3.5 ഗ്ലാസ് വെള്ളം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങ വേണം. നാരങ്ങ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. അത് ഞാനിവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണങ്ങിയ നാരങ്ങ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതെ ഇങ്ങനെ കിടന്ന് ഉണങ്ങുമല്ലോ, ആ ഉണങ്ങിയ നാരങ്ങ ഞാൻ മാറ്റി വെച്ചിരുന്നു മന്തി ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ നാരങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ഉണങ്ങിയ നാരങ്ങ ആയിരിക്കണം, പച്ച നാരങ്ങ ആയിട്ടുണ്ടെങ്കിൽ പുളി കൂടും. കണ്ടോ, നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇത്.
അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള അരിയാണ് കേട്ടോ ഇതിന് വേണ്ടി വാങ്ങിക്കുന്നത്. ജീരക റൈസ് ചെറിയ അരി വാങ്ങുന്നതിനേക്കാൾ നല്ലത് കുഴിമന്തി ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് നീളത്തിലുള്ള അരി, അതുപോലെ പുഴുക്കലരി. ഈ അരി ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുഴിമന്തി സെറ്റാവും. നമുക്ക് ആക്ച്വലി മന്തി മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഈ ഹോൾ സ്പൈസസ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റും സ്മെല്ലും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നാരങ്ങ, ഉണക്ക നാരങ്ങ ഇടണം. ഞാൻ ദം ചെയ്യുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ താഴെ ഒരു പഴയ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കുക്കർ വയ്ക്കുന്നത്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുത്തു, ലെയർ ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ചോറ് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഫുൾ വെള്ളം പറ്റി, എന്നാൽ ഒരു ഇത്തിരി വേവാനും കൂടിയുണ്ട്. അപ്പോൾ അത് ദം ചെയ്ത് വരുമ്പോൾ സെറ്റായിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ ബട്ടറോ ഗീയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ആക്ച്വലി അറേബ്യൻസ് ഒലിവ് ഓയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത്. ഒരു ഹാഫ് ആൻ അവർ തന്നെ ദം ചെയ്യണം. തീ ആദ്യം ഒന്ന് കൂട്ടി വയ്ക്കുക, പിന്നെ തീ സ്ലോയിൽ വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ. ഓക്കെ, ഞാൻ 2 ബേ ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബേ ലീഫ് വേണമെങ്കിൽ നമ്മൾ അരി കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൽ നോർമലി മല്ലിയിലയൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ ഹാഫ് കപ്പ് ഓയിൽ ഒഴിച്ചപ്പോൾ ആ ഓയിൽ നന്നായി ഉണ്ട് കേട്ടോ. ഈ റൈസിൽ ശരിക്കും നല്ല ഓയിലിയാണ് കേട്ടോ റൈസ്. അപ്പോൾ ആ പാനിൻ്റെ മുകളിലാണ് ഞാൻ കുക്കർ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല പച്ച നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്. അപ്പോൾ നല്ല പച്ചമുളക് മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നത്. നോർമലി ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു മണം വരും അല്ലേ, ഈ വിറകിൻ്റെയൊക്കെ ഒരു മണം വരും. അപ്പോൾ ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിരട്ട ഗ്യാസിൽ വെച്ച് കത്തിച്ചിട്ട് ആ ചിരട്ടയുടെ കനലാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ ശരിക്കും ആ ഒരു മണം, ആ ഒരു ആവിയുടെ മണം അല്ലേ, അടപ്പിൻ്റെ മണം അതിലേക്ക് അങ്ങോട്ട് സ്പ്രെഡാവും. അതിലിരുന്നുകൊണ്ടാണ് ഇത് ദമ്മാവുന്നത്. അപ്പോഴാണ് ശരിക്കും ഇതിന് ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും കുഴിമന്തി അല്ലേ ആ ഒരു സ്മെല്ലും ഒക്കെ ഇതിന് വരുന്നത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു സോസ് പ്രിപ്പയർ ചെയ്യാം, മയനൈസ് പ്രിപ്പയർ ചെയ്യാം. അറേബ്യൻസ് ആ വൈറ്റ് സോസിലാണല്ലോ ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഹാഫ് കപ്പ് പാല്, വേണമെങ്കിൽ ഒരു മുട്ട ആഡ് ചെയ്യാം. മുട്ട യെല്ലോ യോക്കും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഹാഫ് കപ്പ് സെയിം ക്വാണ്ടിറ്റി തന്നെ ഓയിൽ. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അല്പം ഉപ്പും 1/2 ടീസ്പൂണോളം പഞ്ചസാരയും ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ 1/2 ടേബിൾ സ്പൂൺ ആയാലും പഞ്ചസാര ആയാലും കുഴപ്പമില്ല. കുറച്ചൊരു മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, പഞ്ചസാര ആഡ് ചെയ്യുക. 2-3 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യുക. ഇത് നന്നായി മിക്സിയിലിട്ട് അടിക്കുക. അത് അടിക്കരുത്, പല പോർഷൻസായിട്ട് പതിയെ നമ്മൾ റിവേഴ്സ് ബ്ലെൻഡ് ചെയ്യില്ലേ, ചമ്മന്തിയൊക്കെ അരക്കാൻ ബ്ലെൻഡ് ചെയ്യുന്ന പോലെ 2-3 പ്രാവശ്യം ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള സോസായിട്ട് നമുക്ക് കിട്ടും, തിക്ക് മയനൈസ് നമുക്ക് കിട്ടും. അപ്പോൾ മയനൈസും അതുപോലെ വെജിറ്റബിൾസ് ടൊമാറ്റോ സോസുമായിട്ട് ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും ചാനലിൽ എന്തെങ്കിലും കോമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.